ഫോർ ദ പീപ്പിൾ. ഒറ്റ എണ്ണത്തിന് വെച്ചേക്കരുത്. 2004 മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു ആ വർഷം. ആ സിനിമയുടെ പേര് ഫോർ ദ പീപ്പിൾ. ഒരു സിനിമ മാത്രമല്ല, ഒരു ട്രെൻഡ്, ഒരു റെവല്യൂഷൻ, ഒരു തലമുറയുടെ ശബ്ദം. ഇന്ന് നാം നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു കൾട്ട് ക്ലാസിക്കായി മാറി എന്നതാണ്. 2000ങ്ങളുടെ തുടക്കത്തിൽ കേരളം മുഴുവൻ അഴിമതിയുടെയും രാഷ്ട്രീയ വിവാദങ്ങളുടെയും ചർച്ചകളിലായിരുന്നു. അപ്പോൾ സംവിധായകൻ ജയരാജ് ഒരു വ്യത്യസ്ത ആശയം കൊണ്ടുവന്നു. സിസ്റ്റം ശരിയാക്കാൻ യുവാക്കൾ തന്നെ നിയമം കയ്യിലെടുത്താൽ എന്താകും? അതാണ് ഫോർ ദ പീപ്പിൾ എന്ന സിനിമയുടെ അടിസ്ഥാനം. സിനിമയുടെ കഥ ഒരുക്കിയത് ജയരാജ് തന്നെ. സ്ക്രീൻ പ്ലേ എഴുതിയത് ഇക്ബാൽ കുട്ടിപ്പുറം. അന്ന് വലിയ താരങ്ങളൊന്നുമില്ലാതെ പുതുമുഖങ്ങളെ വെച്ചാണ് സിനിമ ഒരുക്കിയത്. അതിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയവർ ഭരത് ശ്രീനിവാസൻ, നാരായൺ, ഗോപിക, അരുൺ, പത്മകുമാർ, അർജുൻ ബോസ്. സിനിമയുടെ കഥ 4 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ചുറ്റിപ്പറ്റിയാണ്. മ്യൂസിക് ഡയറക്ടർ ജാസി ഗിഫ്റ്റ് മലയാള സിനിമയിൽ ഒരു പുതിയ സംഗീത ശൈലി കൊണ്ടുവന്നു, പ്രത്യേകിച്ച് ലജ്ജാവതിയെ. ആ പാട്ട് കേരളം മുഴുവൻ കീഴടക്കി. റാപ്പും ഹിപ്ഹോപ്പ് എലമെന്റ്സും മലയാളികൾ ഇത്ര വലിയ രീതിയിൽ കേട്ടത് ആദ്യമായിരുന്നു എന്ന് പലരും പറയുന്നു. കോളേജുകൾ, സ്റ്റേജ് പരിപാടികൾ, ഓട്ടോറിക്ഷകൾ, ചായക്കടകൾ, എവിടെയും ലജ്ജാവതിയെ മുഴങ്ങിയായിരുന്നു. ജാസി ഗിഫ്റ്റ് എന്ന പേര് ഒരൊറ്റ സിനിമ കൊണ്ട് കേരളം മുഴുവൻ ശ്രദ്ധ നേടി. ഫോർ ദ പീപ്പിൾ യുവാക്കൾക്കിടയിൽ ഒരു മാസിവ് ക്രേസായി മാറി. ബ്ലാക്ക് ഡ്രസ് സ്റ്റൈൽ, ബുള്ളറ്റ് ബൈക്ക് ഗാങ്സ്, കൂൾ സ്ലോ മോഷൻ വാക്സ്. പല കോളേജുകളിലും ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് കാണാനായി. അന്നത്തെ ജനറേഷന് ഈ സിനിമ റിബല്യനിന്റെ സിംബലായി തോന്നി. കാരണം അവർ പറയാൻ ആഗ്രഹിച്ച ഫ്രസ്ട്രേഷൻ ഈ സിനിമ സ്ക്രീനിൽ പറഞ്ഞു. സിനിമ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് മാത്രമല്ല, ഒരു യൂത്ത് മൂവ്മെന്റ് പോലെയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് വിമർശനങ്ങളുമുണ്ടായിരുന്നു. കാരണം ഈ സിനിമ വിജിലാൻഡെ ജസ്റ്റിസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുവെന്ന് പലരും ആരോപിച്ചു. നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്ന ചർച്ചകളും ഉയർന്നു. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് സമൂഹം തന്നെ കറപ്റ്റായാൽ ആളുകൾ പ്രതികരിക്കും എന്നായിരുന്നു. ഈ ഡിബേറ്റ് ഇന്നും സോഷ്യൽ മീഡിയയിൽ തുടരുന്നുണ്ട്. സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം അതിന്റെ സീക്വൽസ് പുറത്തിറങ്ങി, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. പക്ഷേ ആദ്യ സിനിമ ലഭിച്ച ഇംപാക്റ്റ് പിന്നീട് വന്ന ഭാഗങ്ങൾക്ക് ലഭിച്ചില്ല.